ഭാവിയെ പറ്റി ഒരു ചിന്തയില്ല. അവന്റെയൊക്കെ ചിരി നോക്കിയാണ്. നമ്മുടെ ടീമിൽ ഞാനും നീ മാത്രമേ ഉള്ളൂ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നത്. നീയൊക്കെ എന്ത് ലക്ഷ്യം വെച്ചെന്നാ പറയുന്നേ? പ്ലസ് ടുവിൽ ബയോളജി സയൻസ് എടുത്തവൻ കോളേജ് പറഞ്ഞപ്പോ ബികോം ഇരിക്കുന്നു. അശ്ര നീ ഹ്യൂമാനിറ്റീസ് അല്ലടാ, നീ എങ്ങനെ ബികോമിൽ വന്ന്? ബയോളജി നീ എങ്ങനെ ബികോമി വന്നു? അതാണ് ഞാനും വന്നു. ഒന്നും പ്ലാൻ ചെയ്യണ്ട, എല്ലാം ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അതേ കണക്കങ്ങ് പോയാൽ അതെന്തോന്ന് എഴുതി വെപ്പത്? എന്താണോ ആഗ്രഹിക്കുന്നത് അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എടാ സത്യയുടെ സത്യം, ഞാൻ എന്റെ ലൈഫിൽ ആഗ്രഹിച്ചൊരു നാടൻ പെൺകുട്ടിയാണ്. എനിക്ക് കിട്ടിയത് ഫ്രീക്ക് മോഡേൺ പെണ്ണിനെ. പേര് ചിന്നു. പേര് സൂപ്പർ മോഡേൺ ആണല്ലോ. ചിന്നു. ചിന്നു. ഒന്നും വിധിക്കബിൾ അല്ല. എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു ഇഷ്ടം. ഐ ലവ് കുക്കിംഗ്. ഒരു കപ്പ് ബിരിയാണി അടിക്കുക, എത്ര കപ്പ് വെള്ളം ഒഴിക്കണം? 8 കപ്പ്. ഇയാള് കഞ്ഞിയാ വെക്കാൻ പോണ. മൈ മിസ്റ്റേക്ക് കേട്ടോ, 8 അല്ല 9 കപ്പ്. അറിഞ്ഞുടങ്ങി മിണ്ടായി കേട്ടാ. കപ്പ് എണ്ണി അവിടെ ഇരിയടാ. എടാ ബികോം കഴിഞ്ഞ് നിനക്ക് ഇനി എന്തോ ചെയ്യണമെന്നല്ല ബോധം ഉണ്ടാ? അളി എന്തെടുത്താലും ഞാനും അത് എടുക്കോളിയാ. അപ്പൊ നീ എന്റെ കൂടെ ഫിൻസ്കോമിൽ വാ. അതെന്തോന്ന്? അളിയ ബികോം കഴിഞ്ഞിട്ട് സ്കിൽ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള ഏറ്റവും പറ്റിയ സ്ഥലമാണ് ഫിൻസ്കോം. സ്കിൽ കോഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, GST കൺസൾട്ടന്റ് കോഴ്സ്, മാസ്റ്റർ ഇൻ എക്സൽ, അഡ്വാൻസ്ഡ് എക്സൽ, പിന്നെ പവർ BI. പഠിപ്പിക്കുന്ന ആരാണ്? ബിഗ് ഫോർ ഗ്ലോബൽ അക്കൗണ്ടിംഗ് ഫേമിൽ എക്സ്പീരിയൻസ് ഉള്ള CA, ACCA പ്രൊഫഷണൽസ് ആണ് പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും എന്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ്. ഞാൻ നിങ്ങളോട് ഇല്ല, ഞാൻ വിദേശത്ത് പോയി ട്രേഡിംഗ് പഠിക്കുന്നു. ഇവിടെ ട്രേഡിംഗ് പഠിക്കാൻ നീ ഇതിന് പുറത്തു പോകണം, ഫിൻസ്കോമിൽ വന്നാ പോര്. അതുകൊണ്ടാ അവിടെ ട്രേഡിംഗ് നീ ഒരു സൈഡായിട്ട് കൊണ്ടു നടക്കുന്ന കണക്കല്ല, നിന്നെ പഠിപ്പിച്ചൊരു പ്രൊഫഷണൽ ആക്കി തരുമോ? ഞാനിനി വിദേശത്തേക്കില്ല, നിങ്ങളോട് തന്നെ. അപ്പൊ ഇനി നമ്മള് ഫിൻസ്കോമിൽ കാണാം അല്ലേ? ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുമോന്ന് അറിയാൻ വയ്യ. ബിരിയാണിക്ക് വെള്ളം വേണ്ട. ഇതിന് മറുപടി ഇല്ല. വാ.